2 ദിവസത്തെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത്. ഇതൊരു 4-5 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. സ്റ്റാർട്ടിങ് കന്യാകുമാരി ആയിരുന്നു, പിന്നെ വിവേകാനന്ദ പാറ, കടലിൻ്റെ നടുക്കാണ് കേട്ടോ വിവേകാനന്ദ പാറ വരുന്നത്. ഭയങ്കര വൈബാണ് കാണാൻ, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു കേട്ടോ. പിന്നെ ആറ്റിങ്ങൽ ഭഗവതി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ആറ്റുകാൽ ഭഗവതി വരുന്നത്. പിന്നെ നമ്മൾ ഭീമാപ്പള്ളി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു, മതഭേദം ഇല്ലാതെ എല്ലാവരും പോണത് ഭീമാപ്പള്ളി കേട്ടോ. പിന്നെ മൃഗശാലയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, അവിടെ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആഴി ശിവക്ഷേത്രമായിരുന്നു കേട്ടോ. ഇതും കടലിൻ്റെ നടുക്കാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്, കടലിൻ്റെ ആ സൈഡിൽ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവളം ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് പോയത് ശംഖുമുഖത്തേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴേക്ക് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പാർക്ക് കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ ഈ ഒരു ലോങ് വീഡിയോസിൽ, ട്രാവലിംഗ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനൊരു ഒരു 4 വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 5 മണിയോടെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച 5 മണിയോടെയാണ് ട്രിപ്പിന് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വൈകിട്ട് എപ്പോൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഫുഡ് കഴിക്കാൻ നിർത്തണമൊക്കെ. അപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ മാത്രമല്ല എല്ലാവരും നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചത്, ഇടയിൽ കൂടെ ഉണ്ണിക്കൊണ്ടൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഫസ്റ്റൊക്കെ പോണില്ല എന്ന് പറഞ്ഞു, പക്ഷേ എല്ലാവരും ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനും കളിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാനും പൊട്ടേ ചോദിച്ചപ്പോൾ ശരി പോയി കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇടയിലൊരു ബ്രേക്കൊക്കെ എടുത്ത് പിന്നെയും ഡാൻസൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് പിന്നെയും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ട് ഞങ്ങളുടെ ബസ്, ടൂറിസ്റ്റ് ബസ് വരുന്നത് പാരഡൈസ് ആയിരുന്നു ബസ്സിൻ്റെ പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബസ് ഫുള്ളായിരുന്നു കേട്ടോ, സീറ്റ് ഫുള്ളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നപ്പോൾ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത്രയും നേരം കളിച്ചല്ലേ, പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരൊറ്റ ഉറക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരം വെളുക്കാറാകുമ്പോഴേക്കും നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യ ഉദയം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കന്യാകുമാരിക്ക് നേരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 6 മണിയോടെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും സൂര്യോദയം നമുക്ക് അങ്ങനെ നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് തന്നെ കാണാൻ പറ്റാത്തതിൻ്റെ. പക്ഷെ എന്നാലും ആ ഒരു സങ്കടം ഞങ്ങൾ പിന്നത്തെ ആ ഒരു യാത്രയിൽ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിൽ സൂര്യോദയം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ചെറുതായി ചുറ്റിപ്പോയ സങ്കടത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഇവിടെ സൂര്യോദയം കാണാൻ ഇറങ്ങിയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ശരി കൊണ്ട് ഞങ്ങളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കന്യാകുമാരി ചുറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത ആ ഹോട്ടൽ വരുന്നുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പോയി ഒന്ന് ഫ്രഷായി പിന്നെ ഫുഡ് കഴിച്ചിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ കൊണ്ട് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്, അവൻ അത് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കന്യാകുമാരി ചുറ്റാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കല്ലിൽ തീർത്ത പ്രതിമകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ശില്പികൾ ചെയ്ത് ആ ഒരു ഇത് കേട്ടോ. ഇങ്ങനെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ആനകൾ, ഇതിന് ഓരോ അർത്ഥങ്ങളുണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും അറിയില്ല. അവരുടെയൊക്കെ ഓരോ ശില്പികൾ ഓരോ ചെയ്ത് വെക്കണതിന് ഓരോ ഓരോ ഇതുണ്ടാവുമല്ലോ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു കൗതുകം തോന്നി വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഫുള്ള് കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വിശ്രമ കേന്ദ്രമാണ് കേട്ടോ വരുന്നത്. കല്ലിൽ തന്നെയാണ് കംപ്ലീറ്റ്. നമ്മുടെ ഈ വിശ്രമത്തിൻ്റെ ആ മുകളിൽ കൂടി കംപ്ലീറ്റ് കല്ലാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാണ്ടോ ഈ ഒരു സൈഡൊക്കെ കല്ലിൽ കൊത്തിയെടുത്തിരിക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ആകർഷണമായി തോന്നിയത് കന്യാകുമാരിയിൽ സ്ഥലങ്ങളോടൊപ്പം തന്നെ സാധനങ്ങളുമാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ്. ഇതൊക്കെ കണ്ടോ, ശംഖുകളാണ് കേട്ടോ വരുന്നത്. ഈ കടലിൽ നടക്കുന്ന ചിപ്പികളൊക്കെ പറയില്ല, അതൊക്കെയാണ് കേട്ടോ അത് വരുന്നത്. ഇത് പിന്നെ ബാഗാണ്. ബാഗിനൊക്കെ ഭയങ്കര വിലക്കുറവാട്ടോ, 200 രൂപയൊക്കെ ഉള്ളൂ. ലേഡീസ് ബാഗിനൊക്കെ 100 രൂപ അങ്ങനെയൊക്കെ വരുന്ന റേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗുകൾ. അങ്ങനെ അത് ഭയങ്കര കളക്ഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ, ഇത് ശംഖിൻ്റെ ഒരു തിളങ്ങുന്നുണ്ടായിരുന്നു വെയിലത്ത്. ആ ഒരു ടൈമാണ് ഞങ്ങൾ വരുന്ന ടൈം ആകുമ്പോഴേക്കും വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിളങ്ങണതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ബാഗിൻ്റെ തന്നെ വേറൊരു കളക്ഷനാണ് വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ വിവേകാനന്ദ പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 റേറ്റാണ് വരുന്നത്, 100 രൂപേൻ്റെയും 300 രൂപേൻ്റെയും വരുന്നുണ്ടായിരുന്നു കേട്ടോ റേറ്റ്. ഞങ്ങൾ 100 രൂപേൻ്റെ ആയിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നു. 300 രൂപേൻ്റെ കുറച്ച് വേഗത്തിൽ സ്പീഡ് ചെയ്ത് പോകുന്നുണ്ട്, വരി പാസ് ചെയ്തുകൊണ്ട്. ഞങ്ങളുടെ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത കടയാണ് കേട്ടോ വരുന്നത്.
ഇതും അതുപോലെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കുറവുണ്ട് കേട്ടോ. അത് കുട്ടികളുടെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പിന്നെ സാരീസ് ആയിരുന്നു കേട്ടോ ഈ ഒരു കടയിൽ കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടാകും. സാരീസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ ഫോക്കസ് ചെയ്തില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചുരിദാർ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ആ ഒരു യെല്ലോ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളറായത് കാരണം കൊണ്ട് ആ യെല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഇതിനൊക്കെ അത് 250 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ ഷർട്ടിന്. പൊതുവേ ഡ്രസ്സുകൾക്കൊക്കെ വില കുറവാണ്. അപ്പോൾ ഈ ഡ്രസ്സിനോട് താല്പര്യമുള്ളവരൊക്കെ തോനെ പൈസ എടുത്തിട്ട് വന്ന് ഇവിടെ നല്ല അടിപൊളി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാം കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ ഡ്രസ്സ് മാത്രമല്ല, പിന്നെ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ വരി നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ തവണ വരി നിൽക്കുമ്പോൾ ഇപ്പോൾ കയറും വിചാരിക്കും, പക്ഷേ അങ്ങനെ കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് തൊപ്പിയാണ് കേട്ടോ. തൊപ്പിയുടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കടൽ സൈഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ. അപ്പോൾ ആ തൊപ്പി ഇടുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ തോന്നും കേട്ടോ. തൊപ്പിയുടെ തന്നെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെറൈറ്റി കളക്ഷൻസ് അല്ലേ തൊപ്പിയുടെ. പിന്നെ ഇത് നമ്മൾ കയ്യിൽ ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടോ, തേങ്ങയിൽ ചെയ്തതാണ് കേട്ടോ. ഗണപതിയുടെയും ഹനുമാൻ്റെയും വരുന്നത് നല്ല ഭംഗിയില്ലേ, വെറൈറ്റി തോന്നിയില്ലേ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീശുവരയൊക്കെ കടൽ സൈഡല്ലേ, അപ്പോൾ ചൂടക്കാറ്റൊക്കെ വരുമ്പോൾ വീശി പോവാം. അങ്ങനെ ഇത് വീശുവരയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വിവേകാനന്ദ പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വരി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം സൈഡിലുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഓരോന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ശംഖുകളുടെ മാത്രം കടയിലോട്ട് വരുന്നത്. ഭയങ്കര വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ മാലയൊക്കെ തൂക്കി വെച്ചിരിക്കുന്നില്ലേ, ഡെക്കറേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കില്ല. ഈ ഒരു ശംഖിൻ്റെ ഇത് വരുന്നത് കുഞ്ഞ് ശംഖും വലിയ ശംഖും വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ട് നമ്മൾ കുന്തമ്പൾ നിൽക്കും കേട്ടോ. അങ്ങനെ കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളുടെ അങ്ങനത്തെ വരി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിവേകാനന്ദ പാറ നമ്മൾ കന്യാകുമാരിയിൽ അത്യാവശ്യം നല്ല വരി നിന്നിട്ട് തന്നെ വേണം കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. കപ്പലിലാണ് പോവുക, സോറി കപ്പലല്ല, ബോട്ടിലാണ് പോവുക. ബോട്ടിൽ നമ്മൾ പോയിട്ട് വിവേകാനന്ദ പാറയിൽ പോയി അവിടെ നിന്നാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇത് അവിടെ നിന്ന് ആ ഒരു സൈഡുള്ള പോസാണ് കേട്ടോ. വിവേകാനന്ദ പാറയ്ക്ക് വരി നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു കടലിൻ്റെ പോസാണ് ഇപ്പോൾ ഉള്ള വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോ അടുത്ത വ്ളോഗ് പറയാം കേട്ടോ. താങ്ക്